ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കേക്ക് ഗ്രോ എ ഗാർഡൻ റോബ്ലോക്സ് ഗെയിമിൻ്റെയാണ്. അപ്പോൾ കുറച്ച് ഫോണ്ടനകത്ത് കുറച്ച് CMC പൗഡർ, പിന്നെ അത് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ കളർ ഞാൻ ബ്രൗൺ കളറാണ്, പക്ഷേ എനിക്ക് കൃത്യമായ കളർ കിട്ടിയില്ല. അപ്പോൾ അത് കാരണം റെഡ്, ബ്ലൂ ആൻഡ് യെല്ലോ ഇതും കൂടി ആഡ് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഒരു ഡാർക്ക് കളർ കിട്ടിയത്. ഇനി നമ്മൾ ഇത് വുഡിൻ്റെ ഒരു ഇംപ്രഷൻ മാറ്റാണ്. അത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് വെച്ചിട്ട് നമ്മൾ വുഡ് പാറ്റേൺ ഉണ്ടാക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ കേക്കിനകത്തൊരു ഫെൻസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ തടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യണ്ട എന്ന് തോന്നുന്നു, കാരണം ഇതെല്ലാം വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. ഈ കേക്കിന് ഇപ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടാണ്, അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഗ്രീൻ കളർ പ്ലസ് യെല്ലോ ആണ്. അപ്പോൾ അത് നമ്മൾ ഇടുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് കളറ് കൂടിയും കുറഞ്ഞും വരും. ഇപ്പോൾ ഇത് ചെയ്യുന്നത് കുറച്ച് പൈപ്പിംഗ് ബാഗിനകത്ത് കുറച്ച് ക്രീം ഇട്ടിട്ട് ഇങ്ങനെ എയർ ബബിൾസ് ഉള്ളിടത്ത് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ എയർ ബബിൾസ് മാറിപ്പോവും. നമ്മൾ വീണ്ടും ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എയർ ബബിൾസൊക്കെ മാറി നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും കേക്ക്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മളുടെ പാലറ്റ് ക്ലീൻ ചെയ്തിട്ട് വേണം വീണ്ടും അത് ചെയ്യാൻ. ഇതിപ്പോൾ നമ്മൾ ആ ഫെൻസിൻ്റെ ഓരോരോ തടി കഷ്ണങ്ങളായിട്ട് നമ്മളിങ്ങനെ വെക്കുകയാണ്. ഇതിൽ എല്ലാ പ്രിൻ്റുകളും നോൺ എഡിബിളാണ്. ഇപ്പോൾ ഗ്രോ എ ഗാർഡൻ എഴുതിയേക്കുന്നതിൻ്റെ അടിയിൽ ഞാൻ ഫോണ്ടൻറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ എല്ലാം വെക്കുന്ന പ്രിൻ്റെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ലാമിനേറ്റ് ചെയ്തിട്ടാണ് അത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ പ്രിൻ്റൊന്നും നേരിട്ട് കേക്കുമായിട്ടൊരു കോണ്ടാക്റ്റും വരില്ല, അതിനകത്തുള്ള കളറൊന്നും കേക്കിനകത്തൊന്നും ആവില്ല. അതാണ് ഇതിൻ്റെ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്, ലാമിനേറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്.